ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം എത്രയായെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. സമയം 2:21, അതായത് വെളുപ്പാങ്കാലം 2:21 കേട്ടോ. ഞാൻ എന്തിനാണ് ഈ വെളുപ്പാങ്കാലം ഇത്ര ഒരുങ്ങിയൊക്കെ നിൽക്കുന്നതെന്ന് വെച്ചാൽ, എനിക്കൊരു സർപ്രൈസ് ഇച്ചാൻ തന്നു. ഞാൻ ഇച്ചാനെ കാണാനായിട്ട്, ഇച്ചാൻ ഇപ്പോൾ ഡൽഹിയിലുണ്ട്. ഇച്ചാനെ കാണാനായിട്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിലോട്ട് പോവാണ്. എൻ്റെ ഫ്ലൈറ്റ് 5:55 കേട്ടോ ഫ്ലൈറ്റ്. ചെക്കിങ് കാര്യങ്ങളായിട്ട് 4 മണിക്കൊക്കെ ഒന്ന് കയറണം. അപ്പോൾ ഇവിടെ നിന്ന് 2:30-3 മണിക്കൊക്കെ ഇറങ്ങണം. 2:30ക്ക് ഇറങ്ങണം. അപ്പോൾ ഇപ്പോൾ 2 മണിക്ക് എണീറ്റ് റെഡിയായി. എനിക്കിന്നലെ ഉറക്കേ വന്നില്ല. അറിയാം, വെളുപ്പാങ്കാലമൊക്കെയാണ് ഫ്ലൈറ്റ്. അപ്പോൾ എൻ്റെ അടുത്ത് ഉച്ചയ്ക്കേ പറഞ്ഞു ഉറങ്ങണമെന്ന്. ഞാൻ ഉച്ചയ്ക്ക് 4 മണി തൊട്ടേ ഉറങ്ങണം. പക്ഷേ എനിക്ക് ഉറക്കം വരുന്നില്ല. ചുമ്മാ തിരിഞ്ഞും മറിഞ്ഞ് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അങ്ങനെ നടക്കും. പിന്നെ വൈകിട്ടായിരുന്നപ്പോൾ വൈകിട്ട് നേരത്തെ ഉറങ്ങി 1 മണിക്ക് എണീക്കാം അങ്ങനെ ചോദിച്ചു. എന്നിട്ട് ഞാൻ ഉറങ്ങുന്നില്ല. ഒരു 11 മണിക്ക് ഞാൻ കിടന്നതാണ്. തിരിഞ്ഞും മറിഞ്ഞ് ഇതുവരെ ഉറങ്ങിയിട്ടില്ല. എനിക്കറിയില്ല ഇനിയിപ്പോൾ ഡൽഹിയിൽ എത്തുന്നത് 8:45, 9 മണിയാവും കേട്ടോ. 3 മണിക്കൂറാണ് നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹി. ഉറക്കം പക്ഷേ എനിക്ക് ഉറങ്ങാനായിട്ടൊന്നും തോന്നുന്നുമില്ല. എന്താവുമെന്ന് എനിക്കറിയില്ല. ഇച്ചാനെ കാണുന്നതിൻ്റെ ഇതാണെന്ന് അറിഞ്ഞൂടെ. ഇന്നത്തെ രാത്രി കഴിഞ്ഞ് നാളെ നേരം വിളിക്കുമ്പോൾ ഞാൻ ഇച്ചാനെ കാണുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ ഒരിത് പ്ലാനായത്. അവിടുത്തെ ഇച്ചാൻ ഡൽഹിയിലാണ്. റിപ്പബ്ലിക് പരേഡിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് കേട്ടോ. അവിടെ ഒരു സ്പെഷ്യൽ ഡ്യൂട്ടി TD ആയിട്ടൊക്കെ വന്നതാണ്. ഞാൻ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ബാംഗ്ലൂർ വന്നു. അങ്ങനെ ജസ്റ്റ് ഒരു 1 വീക്ക് സ്റ്റേ ഇൻ ഡൽഹി അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. 1 വീക്കിന് ശേഷം റിട്ടേൺ ബാക്ക് ടു കേരള ഹോം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ് ഞാൻ. എല്ലാം പെട്ടെന്ന് റെഡിയായി. കാരണം ഭാഗ്യച്ചേട്ടനുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ ഇവിടുന്ന് ഇറങ്ങുമ്പം ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് ചേട്ടനും കൂടെ വരുന്നുണ്ട്. ചേട്ടൻ 2:30 ടാക്സിയൊക്കെ വിളിച്ചിട്ട് വരും. അപ്പോൾ ചേട്ടനുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ആദ്യം ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്. ഈ ഒരു ടൈമല്ലേ, 2:30-3 മണി വെളുപ്പാങ്കാലം. കുറച്ച് ട്രാവൽ ഇവിടുന്നുണ്ട്. 45 മിനിറ്റ്സ് എടുക്കുക എയർപോർട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ചേട്ടനും കൂടെ വരുന്നുണ്ട്, കുഴപ്പമില്ല. ഇനി കാറിൽ കിടന്ന് കുറച്ച് നേരം ഉറങ്ങാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഞാനതുകൊണ്ട് പെട്ടെന്നെല്ലാം റെഡിയാക്കി വെച്ചു. ഡിലേ ആവാൻ പാടില്ല. ചേട്ടൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ വിളിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ണൊക്കെ പക്ഷേ ഇപ്പോഴേ ചുമന്ന് കേട്ടോ. അത് ഉറക്കത്തിൻ്റെ ആണ്. എനിക്ക് ഉറക്കം ഇതാവാതിരിക്കുമ്പോൾ കണ്ണൊക്കെ ചുമക്കും. ഞാൻ അതിലേറെ കാര്യങ്ങളൊക്കെ എഴുതി. ഇനിയിപ്പം ഒറ്റയ്ക്ക് പോകുന്നതിന് ടെൻഷനൊന്നുമില്ല. ആദ്യമായിട്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറിയത് ഒറ്റയ്ക്കാണ് പോയത്. ട്രിവാൻഡ്രം ടു ഹൈദരാബാദ്. ഒന്നും അറിയത്തില്ലായിരുന്നു, പക്ഷേ ഞാൻ പോയി കയറി എടുത്തു. പിന്നെ എല്ലാ ട്രാവലിൽ ചെയ്യാനുണ്ടായിരുന്നു. ഇപ്രാവശ്യം കുഴപ്പമൊന്നുമില്ല. ബോർഡിംഗ് പാസ് എല്ലാം നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്നതുകൊണ്ട് അത് കാര്യങ്ങളെല്ലാം ഫോണിൽ എടുത്തു വന്നു. എനിക്ക് വലിയ പണിയില്ല. ഗേറ്റ് നമ്പർ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം, അത്രയൊക്കെ ഉള്ളൂ. ഒരെണ്ണമുണ്ട്, ഒരു ബാഗുണ്ട്, അത് കയറ്റി വിടണം. അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉള്ളൂ. എനിക്കെപ്പോഴും കിടന്നിച്ച് ഉറങ്ങാൻ പറ്റിയാൽ മതി എന്ന് എനിക്കുള്ളൂ വലിയ ആഗ്രഹം. ഓക്കെ, ഇനിയപ്പോൾ പെട്ടെന്ന് ഇത്രയേ ഉള്ളൂ ഇൻട്രോ. ഇനി എല്ലാം ഒന്ന് ഞാൻ സെറ്റ് ചെയ്ത് വെക്കട്ടെ കേട്ടോ. പാക്കിങ്ങൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോകണം. ഡൽഹി നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഇവിടുന്ന് ജാക്കറ്റ് കാര്യങ്ങൾ ഇട്ടിട്ടാട്ടോ പോകുന്നത്. എന്തെങ്കിലും ക്ലിപ്പ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം കേട്ടോ. ഇത് വന്നിട്ട് പപ്പ തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലോട്ട് പോവാണ് കേട്ടോ. ഞങ്ങൾക്ക് 2 ടിക്കറ്റൊക്കെ എടുത്താണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇച്ചാൻ്റെ അടുത്ത് ഡൽഹിയിലോട്ട് പോകുന്നതായത്. അങ്ങനെ പപ്പ മാത്രമായിട്ട് നാട്ടിലോട്ട് പോവാണ്. ചേട്ടനൊരു 2:30 ആയപ്പോൾ തന്നെ കറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കാറിൽ കിടന്ന് ഉറങ്ങാനായിട്ട് ശ്രമിച്ചെങ്കിലും എനിക്ക് ഒട്ടും ഉറക്കം വരുന്നില്ല. പിന്നെ ഞാൻ വെച്ച് കുറച്ച് വീഡിയോ എടുക്കാമെന്ന്. അറിയില്ല, എനിക്ക് ഉറക്കം വരുന്നതേ ഇല്ല. പക്ഷേ ക്ഷീണവും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പോകുന്നതിൻ്റെ ഒരു ഇതിൽ ഉറക്കം വരുന്നില്ല, പക്ഷേ ക്ഷീണങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ബോർഡിംഗ് പാസ് എനിക്ക് മുമ്പേ ഓൺലൈനായിട്ട് എടുത്ത് തന്നുകൊണ്ട് അതെനിക്കുണ്ട്. ഒരുപാട് എനിക്ക് പണിയില്ല ഇതിൻ്റെ അകത്ത് കയറിയിട്ട്. ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും 1 by 1 ആയിട്ട് പറഞ്ഞു കണ്ടുകൊണ്ട് എനിക്ക് അത്ര കൺഫ്യൂഷനില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇച്ചാന് വേണ്ടിയിട്ട് എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരു ഗിഫ്റ്റ് മേടിച്ചായിരുന്നു കേട്ടോ. ഈ കഴിഞ്ഞ 22-ലായിരുന്നു ഞങ്ങളുടെ 5th ആനിവേഴ്സറി കഴിഞ്ഞത്. അപ്പോൾ ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഫൈനലി ഞാൻ ഗേറ്റിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഗേറ്റ് നമ്പർ 36 ആയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും വെയിറ്റ് ചെയ്തു. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. എനിക്കിനി 2 hours വേണം ഇവിടെ വെയിറ്റ് ചെയ്യാനായിട്ട്. ഉറക്കം വരുന്നത് ഇതുവരെ ഉറങ്ങിയിട്ടേ ഇല്ല. ലാസ്റ്റ് ഫൈനലി 2 hours ശേഷം ഫ്ലൈറ്റിലോട്ട് കയറുവാണ്. ഞാനായിരുന്നു വുമൻ ഫസ്റ്റ് എൻട്രി. 2 സീറ്റൊക്കെ നല്ല കാലിയായിട്ട് തന്നെ കിട്ടിയായിരുന്നു. ഇനിയുള്ള 3 hours ഡൽഹി എത്തും. അപ്പോഴെങ്കിലും കുറച്ച് ഉറങ്ങാൻ പറ്റണേന്ന് ഞാൻ വിചാരിക്കുന്നു. മോർ എക്സൈറ്റഡ് റിയാക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എൻ്റെ പെട്ടി വരാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു.
അപ്പോൾ ഇപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് കേട്ടോ. പിന്നെ പുറത്തോട്ട് ഇറങ്ങി കേരള ഹോട്ടലൊക്കെ ചേനെ കൊണ്ടുപോയി അവിടുന്ന് നല്ലൊരു ദോശയും ബീഫും ഒക്കെ ആയിട്ട് കഴിച്ചു കേട്ടോ. ലാസ്റ്റ് ഞാൻ ഡൽഹിയിലെത്തി. അത് കഴിഞ്ഞൊരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഉപരാഷ്ട്രപതി ഭവൻ്റെ ഒരു പരേഡ് ഉണ്ടായിരുന്നു, അതൊക്കെ കാണാനൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷമൊക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഫ്രം അഖില ജീന മൈ സ്റ്റൈൽ.